സുഹൃത്തുക്കളെ, ഇതൊരു പഴയ ഒരു പുരാവസ്തുവാണ്. അതായത് ഒരു നോവലിൻ്റെ കയ്യെഴുത്ത് പ്രതിയാണ്. ഇത് എഴുതുന്നത് 1986-ലാണ്. അത് ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന കാലത്ത് അത് എഴുതി ഒരു 87-88 കാലഘട്ടത്തിൽ അത് പൂർത്തിയാക്കി. അക്കാലത്ത് അതൊരു പബ്ലിഷേഴ്സിന് അയച്ചു കൊടുത്തു. അവരത് മടക്കി അവരെ സ്വന്തം ചെലവിൽ തന്നെ തിരിച്ചയച്ചു തന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സ്ക്രിപ്റ്റ് എൻ്റെ കയ്യിലുണ്ടായത്. അതുകൊണ്ട് ഞാൻ ആ പബ്ലിഷേഴ്സിനോട് ആദ്യം നന്ദി പറയുകയാണ്. മാതൃഭൂമി ബുക്സിനാണ് അന്നത് അയച്ചു കൊടുത്തത്. അവർ ഈ ഒരു പുസ്തകം അവരുടെ സ്വന്തം ചെലവിൽ തന്നെ എനിക്ക് തിരിച്ചയച്ചു തന്നു. അതിന് അവരോട് നന്ദിയുണ്ട്. അപ്പോൾ ഈ ഒരു സാധനം പിന്നീട് ഞാൻ അങ്ങ് വലിച്ചു തന്നു. അട്ടത്തേക്ക് ഇട്ടു എന്ന് പറഞ്ഞാൽ പോരാ, അതവിടെ കടന്ന് ഒരു 35 വർഷം കടന്നിട്ട് അത് നശിച്ചു പോയില്ല എന്നുള്ളതാണ്. ഓരോ സമയത്തും ഇതിന് നാട്ടിൽ അവധിക്ക് വരുന്ന സമയത്ത്, ഗൾഫിൽ അവധിക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ വീടിൻ്റെ മുക്കിലും മുന്നിലൊക്കെ ഇങ്ങനെ കിടക്കുന്നതാണ്. ഇത് ചെതലരിച്ച് നശിച്ചു പോവുകയോ എലി കരണ്ട് പോവുകയോ അല്ലെങ്കിൽ യാത്രക്കാരൻ്റെ ചാക്കിലേക്ക് പോവുകയൊന്നും ചെയ്തില്ല. എന്താണ് ഒരു അറബി കഥയിലെ ഒരു വലിച്ചെറിഞ്ഞാലും പോകാത്തൊരു ചെരുപ്പിൻ്റെ കഥ പോലെ വലിച്ചെറിഞ്ഞിട്ടും പോകാതെ കിടന്ന സ്ക്രിപ്റ്റാണിത്. എൻ്റെ അലയൻസിലെ ഒഴിവുകാലം എന്ന് പറയുന്ന ഒരു നോവലാണ്. അക്കാലത്ത് 2 കുട്ടികളുടെ സാഹസിക കഥ. അവർ സാത്താനെ അമാനുഷികമായ സിദ്ധികൾ നേടാൻ വേണ്ടി, സാത്താനെ ബന്ധിക്കാൻ വേണ്ടി, മന്ത്രവാദം നടത്താൻ വേണ്ടി വിപുലമായ ദ്വീപിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ഓരോ രസകരമായ കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നു. അതാണ് ഇതിൻ്റെ ഇതിവൃത്തം. അപ്പോൾ ഈ പുസ്തകം ഇങ്ങനെ അനാഥപ്രേതം പോലെ കുറേ കാലം ഇങ്ങനെ ഒഴുകി നടന്ന് കുറേ ആളുകൾ അത് വായിച്ചു നമ്മളെ കളിയാക്കി അങ്ങനെ കീറി പറഞ്ഞ് കിടക്കുന്ന ഈ ഒരു സാധനം, ഇതിനൊരു യോഗമുണ്ട്. അതൊന്ന് പ്രസിദ്ധീകരിക്കാനുള്ള യോഗമുണ്ട്. അതുകൊണ്ടായിരിക്കും ഇത് വലിച്ചെറിഞ്ഞിട്ടും തട്ടുമ്പുറത്തേക്ക് ഇട്ടിട്ട് ഇതൊന്ന് നശിച്ചു പോകാതെ കിടന്നത്. അപ്പോൾ ഈ ഒരു പുസ്തകം ഞാൻ പ്രിൻ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രകാശനമാണ് ഇനി നടക്കാൻ പോകുന്നത്. ആളും ആരവവും ഒന്നുമില്ലാത്ത ലഘുവായിട്ടൊരു പ്രകാശനം, അതാണ് ഇനി നടക്കാൻ പോകുന്നത്. ഇതാണ് എൻ്റെ പുസ്തകം. ഇതിൻ്റെ ഒപ്പച്ച് 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ എഴുതിയ ബുക്കാണ്. അപ്പോൾ ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യാൻ പോകുന്ന ആളും ആരവം ഒന്നുമില്ലാത്ത, കാരണം വലിച്ചെറിഞ്ഞിട്ടും കൂടന്ന് പോകാത്തൊരു സ്ക്രിപ്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഒന്ന് പ്രിന്റ് ചെയ്ത് കാണുന്നത് ആളുകൾ വായിച്ചാലും വായിച്ചിട്ടില്ലെങ്കിലും ഈ പുസ്തകത്തിൻ്റെ രസകരമായിട്ടുള്ള ചരിത്രം എന്ന് പറഞ്ഞത് അത് തന്നെയാണ്. അത് നശിച്ചു പോയില്ല എന്നുള്ളതാണത്. ആരും ശ്രദ്ധിക്കപ്പെടാതെ വലിച്ചെറിഞ്ഞ് തട്ടുംപുറത്തിട്ടു, ചെതലൊടിച്ച് ഇല്ല, എലി കറണ്ടില്ല. അപ്പോൾ അതൊന്ന് പ്രിന്റ് ചെയ്തിട്ട് അതൊന്ന് ഇവിടെ പ്രകാശനം ചെയ്യാണ്. ആളും ആരോ ഒന്നുമില്ലാതെ. നമ്മുടെ മോളാണ്, കല്യാണം കഴിഞ്ഞ ഒരു 22 വർഷം കഴിഞ്ഞിട്ടുണ്ടായ കുട്ടിയാണ്. അപ്പോൾ അവളെ കൊണ്ട് തന്നെയാണ് ഇത് പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നത്. ഉയർത്തി കാണിക്കാം. ഇങ്ങനെ കാണിക്കും. ഉയർത്തി കാണിക്കേ. കണ്ടോളിൻ്റെ ഒപ്പച്ചിൻ്റെ ബുക്ക്.